ഇന്ന് നമ്മളെ ഒരു പാവാടയാണ് കാണിക്കണത്. ഇതാ പട്ടുപാവാടയ്ക്ക് പോലെ ഉള്ള പാവാട ഇല്ലേ, അതെങ്ങനെ ചെയ്യാന്നാണ് കേട്ടോ കാണിക്കണത്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഒരു 11 ഇഞ്ച് 22 ഇഞ്ച് വരുന്ന ഒരു പാവാടയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് 11 ഇഞ്ച് ഉണ്ടാവുകയെ. അത് രണ്ടാക്കി മടക്കി ഇട്ടിട്ടാണ് നമ്മളിതാ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക. അപ്പോൾ ആ ബാക്കി ഭാഗം വരുന്ന ഉള്ളിലേക്ക് പോണ ഭാഗമാണ് കേട്ടോ. ഇതാ ബാക്കി ആ തുമ്പ് വരുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ 4 ആക്കിയിട്ട് നമ്മൾ 2 ആക്കിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇനി ഒരു 4 ആക്കിയിട്ട് നമ്മളത് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ 4 ആക്കി മടക്കിയിടണം കേട്ടോ. ഇത് മോൾ ഭാഗമാണ്. ഇതൊരു മാക്സിയുടെ പീസാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതിനും ഇതേപോലെ 2 ആയി പാർട്ടായി തിരിക്കണം കേട്ടോ. നമ്മൾ ഷിമ്മി കാണിച്ചെന്ന് അതേപോലെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ മെത്തേഡും 2 ഭാഗമായിട്ട് തിരിച്ചിട്ട് പിന്നെ ഒരു 4 ഭാഗമാക്കിയിട്ട് 4 പാർട്ടാക്കണം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വെക്കുമ്പോഴേ ഇത് അകമ്പറൊന്നും അറിയാതെ നോക്കണേ. ഈ പട്ടി ഇതും കൂടി വെക്കുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കരവശം ഉണ്ടല്ലോ, അത് നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഇതിവിടെ ഈ തേരുവശം പോലെ വരുന്നത്, കരവശമാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാനത് തയ്ക്കണില്ല കേട്ടോ. നിങ്ങളത് ചെയ്യുമ്പോൾ അത് തയ്ച്ചു കൊടുക്കണേ. ആ ഒരു ഭാഗം 2 മടക്കാക്കി തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പട്ട ഞാനെടുത്ത്, ഈ പട്ടയ്ക്ക് ഞാനിത് രണ്ട് പാർട്ടാക്കി തിരിച്ചിട്ടുണ്ടേ. 2 പാർട്ടാക്കി തിരിച്ച് ഇനി നമ്മൾ ഒരു പാർട്ടും കൂടി ആക്കണം. അങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇനി ഒന്ന് ഈ കട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കട്ടോ. ആ ബാക്കി ഭാഗം അവിടെ കിടന്നോട്ടെ, അത് ഉള്ളിൽ പോകാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അവിടെ ഒരു കട്ടിട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് 4 പാർട്ടായിട്ട് കിട്ടിയേ. നമ്മുടെ ആ താഴ്ഭാഗത്തെ തുണിയും കിട്ടി, ഈ പട്ടിയും കിട്ടിയിട്ട് 4 ഭാഗമാക്കിയിട്ട്. ഇനിയിപ്പോൾ ഇത് നല്ല വശമായിട്ട് ഇങ്ങനെ നല്ല വശം നമുക്ക് കാണുന്ന രീതിയിൽ വെക്കട്ടോ. എന്നിട്ട് നമ്മുടെ പാവാടയുടെ നല്ല വശം അതേപോലെ തന്നെ കാണുന്ന രീതിയിലാണ് വെക്കുക. മറ്റുള്ള തുണി ചെയ്യുന്ന പോലെയല്ല കേട്ടോ. അപ്പം നമുക്കിത് തയ്ച്ച് തുടങ്ങാം. കണ്ടില്ലേ, ഞാനൊരു ഭാഗം വിട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കണ്ടാണ് വെക്കാൻ പാടുള്ളേ. മറ്റേത് ഉള്ളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഫസ്റ്റിൽ വരുമ്പോഴേ ഒരുപാട് തിക്ക് ഞെറിയിട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു കുറച്ച് ഞെറി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ഞെറിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ അതിനൊരു വീതി വേണം കേട്ടോ. അതിന് എത്ര വീതി എന്ന് വേണം, ഒരു 1.25 ഇഞ്ചൊക്കെ ഉള്ളൂ. അതിന് നമുക്കൊരു എന്തെങ്കിലും ഒരു കഷ്ണം, ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ ഇതൊരു സ്ക്രൂ ഡ്രൈവറാണ്, എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതിങ്ങനെ തള്ളി കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് അതവിടെ സൂചി കുത്തി നിർത്തുക. അത് പകുതി ഭാഗത്തേക്ക് വരുന്നിടത്ത് സൂചി കുത്തി നിർത്തുക. എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം മുഴുവൻ നമ്മൾ ആ പട്ടടയ്ക്ക് ഒരു ഭാഗം വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോകണം കേട്ടോ. ആ രീതിയിൽ അപ്പം ഞെറിക്ക് ഒരേ വീതി വരും വേണം. ഈ സംഭവം അതിൽ കൊള്ളും വേണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മളിത് ചെയ്യുക. ഇത് കണ്ടില്ല, ഇതിൽ എങ്ങനെ ചെയ്യുമ്പോൾ എത്ര തുണി വേണമെങ്കിലും അതിൽ ഒതുക്കാൻ പറ്റും. എത്ര കുറവുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് 1.25 എത്രയേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ 1.25 നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തയ്ച്ച് തുടങ്ങും. എന്നിട്ട് ഈ പകുതി വെച്ചിട്ട് നിർത്തി കൊടുക്കണം കേട്ടോ. ഇനി തുണി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വന്നിട്ട് സൂചി കുത്തി നിർത്തി കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഈ തുണി ഇതിലേക്ക് തള്ളി കൊടുക്കുമ്പോൾ ഇതിൻ്റെ വീതി എത്രയും വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുമേ. വീതി നമുക്ക് നോക്കാൻ പറ്റും. വീതി കുറവാണെങ്കിൽ കുറച്ചും കൂടി പിന്നിലേക്ക് വലിച്ചിട്ട് നമുക്ക് ചെയ്യാം. വീതി കൂടുതലാണെങ്കിൽ ഉള്ളിലേക്ക് തുണിയിട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ തന്നെ കുത്തി നിർത്തി സൂചി വീണ്ടും നമ്മൾ അതേപോലെ ചെയ്യാട്ടോ. അതെ, ഇത് പഠിക്കുന്നവർക്കാണ് കേട്ടോ ഞാനിതൊക്കെ കാണിച്ചു തരുന്നത്. അറിയുന്നവർക്കൊന്നും ഇതൊരു വിഷയവുമില്ല. പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. അവർക്കൊരു യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്ത് കാണിച്ചു തരണത്. അങ്ങനെ പിടിച്ചു നമ്മൾ ഇപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി വരുന്ന 2ാമത്തെ പാർട്ടാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ പിടിച്ച് പതുക്കെ കണ്ട, അതൊരു സ്ക്രൂ ഡ്രൈവറാണ് ഇതിട്ടത്. അതിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് പോയി കിട്ടും. ഇപ്പോൾ ഒരേ വീതി നമുക്ക് നോക്കാൻ പറ്റും, നമുക്ക് അളന്ന് നോക്കാനും പറ്റും വീതി എത്ര ഉണ്ട് എന്നുള്ളത്. അടുത്ത വരുന്നത് ആ പാർട്ടാണ് കേട്ടോ. 2ാമത്തെ അതൊരു സ്റ്റിച്ചാണേ. അതൊരു മാക്സിയുടെ പീസാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ സ്റ്റിച്ചാണ് ഇതട്ടത്. അതാണ് ഞാനൊരു അടയാളമായിട്ട് പിടിച്ചിട്ടുള്ളത്. 2 ഭാഗമാക്കി തിരിച്ചപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ നീളം പിടിച്ച് നോക്കുമ്പോൾ കാണിന് എത്രത്തോളം തുണി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഇതൊരു കോട്ടൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ അത് പിടിച്ചാൽ കിട്ടുന്നുണ്ട്. പിന്നെ സിൽക്കായാലും നമ്മളെ പട്ടുപാവാടായാലും, പട്ടുപാവാടയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. നല്ല തുണിയായിട്ടാവും വരിക. അപ്പോൾ നമുക്ക് എന്തായാലും പിടിച്ചാൽ കിട്ടും. പിന്നെ ഇങ്ങനെ ഒഴുകി പോണ തുണിക്കാണ് കേട്ടോ പിടിച്ചാൽ കിട്ടാതെ വരിക. കണ്ടില്ലേ, ഇനി വരുന്നത് നമ്മുടെ ഇവിടെ
സെൻട്രലിൽ നിർത്തണം എന്നില്ല, കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് നിർത്തിയാലും മതി. പക്ഷേ അപ്പോൾ നമ്മൾ ഈ തുണി അതിൻ്റെ ഉള്ളിൽ മടങ്ങി പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് നിർത്താം. അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ. നമുക്കതൊരു മെത്തേഡ് മനസ്സിലായി കിട്ടും ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരേപോലത്തെ ഞെറിയും വരും, എല്ലാം കറക്റ്റായിട്ട് കിട്ടും ചെയ്യൂട്ടാ. അടിഭാഗം മടക്കി തയ്ക്കാനൊന്നും ഇല്ല കേട്ടോ. അത് മാക്സിൽ വന്ന് കട്ട് ചെയ്ത കാരണത്താലേ അതൊക്കെ മടങ്ങിയിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്, അല്ലാണ്ട് ഞങ്ങളുടെ വർക്കല്ല ഇത്. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴാണ് പട്ടുപാവാടകളുടെ സീസണൊക്കെ വരിക. ഇപ്പോൾ പട്ടുപാവാട ഒരു പാവാടയും സീസണല്ല കേട്ടോ. അപ്പോൾ ഇനി ഓണം നമ്മൾ സെലിബ്രേഷനൊക്കെ നല്ല പട്ടുപാവാടയെല്ലാം വരും കേട്ടോ ഇവിടെ. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഒക്കെ കണ്ടു നോക്കണേ. ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണേ. എല്ലാ വീഡിയോയിലും ഞാൻ പറയണതാണ്, സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. എന്തെങ്കിലും ഞങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാ കണ്ട, ഇനി ലാസ്റ്റ് വരുമ്പോഴേ ഒരുപാട് തിക്നെസ് അവിടെ വേണ്ട, തുടക്കത്തിലും വേണ്ട കേട്ടോ ഒരുപാട് തിക്ക്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇനി ഇത് പിടിച്ചിട്ടേ കണ്ടില്ലേ, അങ്ങനെ ഇത് പട്ടയാണ്. ഇത് നമ്മളിങ്ങനെ ഉണ്ട് പിടിക്കുക. ഇതിങ്ങനെ കവർ ചെയ്യണതാണ് ഇപ്പം ഞാൻ കാണിക്കണത്. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് അവിടെ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫിനിഷ് വർക്കായിട്ട് വരും കേട്ടോ. ഇനി ഇതിൻ്റെ മടക്കി കൊടുക്കുക, അവിടെ 1/2 ഇഞ്ച് അവിടെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് പിന്നെ ഇതിൽ ഒരു കയറ് വെക്കണതുണ്ട്, അത് ഞാൻ ചെയ്തിട്ടില്ല. വീഡിയോ വലുതാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറ് വെക്കണമെന്ന് കാണിക്കാത്ത കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് പട്ട വെക്കാം, കുളത്ത് വെക്കാം. ആ പട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ച് തരാം. ഇത് ഈ ഭാഗം പിടിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിർത്തുമ്പോൾ നല്ല വൃത്തി പോലെ അത് മടക്കാനൊക്കെ നമുക്ക് പറ്റുമേ. അങ്ങനെ ആ മോന ഒരു കൊണ്ടെങ്കിലും ഒരു മോന ഇത് കൊത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് ശരിയായിട്ട് വരും. എന്നിട്ട് പിന്നെ അത് നീട്ടി വലിച്ച് പിടിച്ചിട്ട് തയ്ക്കുക ചെയ്യുക. അപ്പോൾ എവിടേക്കും അത് പോവില്ല, സ്റ്റിച്ചൊന്നും എവിടെയും പോവാതെ നമുക്ക് നേരക്ക് കിട്ടൂട്ടോ. അതിൻ്റെ മോഡലുള്ള ഭാഗം ഞാൻ വെറുതെ ഒരു പീസ് ഇവിടുന്ന് എടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്തത്. ഞാനിതൊന്ന് ഇസ്തിരി ഇടണമൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഒരിക്കലും പാവാട തയ്ച്ച് കഴിഞ്ഞാൽ ഈ ഇസ്തിരി ഇടാതെ നമ്മൾ സൈഡ് കൂട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഞെറി ഒരിക്കലും ഒരുപോലെ കിട്ടില്ല. ആദ്യം നമ്മൾ മറച്ച് പിടിച്ചിട്ട് അകമ്പറത്തിൽ ഇസ്തിരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല വശം പിടിച്ചിട്ട് ഇസ്തിരി ഇട്ടിട്ട്, ഇസ്തിരി ഇടുമ്പോൾ നമ്മൾ ആ ഇസ്തിരിയുടെ ഞെറിയുടെ മുകളിലൊരു ഭാരം കയറ്റി വെക്കണം. അപ്പോൾ ആ ഇസ്തിരി അവിടെ അതേപോലെ നിന്നോളൂ കേട്ടോ. വല്ല കത്രികയെ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ടൊക്കെ ഞങ്ങൾ വെക്കും. പാവാടയുടെ അടിയിലൊക്കെ ഇസ്തിരി പെട്ടി വന്ന് വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭാരമുള്ളത് എന്തെങ്കിലും വെച്ചാൽ മതി. ഇസ്തിരിപ്പെട്ടി ഫുള്ള് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കനമുള്ള ഇസ്തിരിപ്പെട്ടിയുടെ കനം പോലെ വരികയാണെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. കാരണം അതവിടെ അങ്ങനെ തന്നെ നിന്നോളൂ. ജമ്പർ തയ്ക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വിടാട്ടോ. ജമ്പറും പിന്നെ ഇപ്പോഴത്തെ മോഡൽ ജമ്പറുണ്ട്, നമ്മളെ പഴയ മോഡൽ ജമ്പറുകളുണ്ട്, എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങളെൻ്റെ വീഡിയോ കാണണം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ വീഡിയോ.